നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതെ, തിന്നാമ്പുറത്തോട് ഇറങ്ങി റോഡ് സൈഡിൽ പോയി നിന്നോ. പോയിക്കോ. പോ. എന്താ സുകുമാരിയമ്മേ? അതെ അതെ, ഞങ്ങളുടെ കുട്ടിയെക്കുറിച്ച് നിങ്ങൾ നല്ലത് പറഞ്ഞു കേൾക്കുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ? എന്റെ വീട്ടുകാരോട് സംസാരിക്കാതിരിക്കാൻ വേണ്ടിയാ മാറി നിന്നതല്ലേ? ഫോൺ വന്നത് താനും കണ്ടതല്ലേ? കള്ളം പറയണ്ട. വേണമെങ്കിൽ ആരെ കൊണ്ടെങ്കിലും കൃത്യസമയത്ത് പറഞ്ഞു വിളിപ്പിച്ചതായിരിക്കും. അതെ, എന്നാ കേട്ടോ, തന്റെ വീട്ടുകാരോട് സംസാരിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ദേ, അവരിറങ്ങാതെ ഞാൻ അകത്തോട്ട് കയറുന്ന പ്രശ്നമില്ല. ആ എന്താ പെട്ടെന്നിറങ്ങണോന്ന് പറയുന്നേ? ഭക്ഷണം കഴിച്ചിട്ട് പോയാ പോരെ? അത് ഇനി ഒരിക്കലാവാം. കുട്ടികളെ ഒന്നിച്ച് അങ്ങോട്ട് അയക്കുന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ടല്ലോ. ഒന്ന് അയച്ചേക്കണം അവരെ. ഓ, മോനും ഭാര്യയും കൂടി അവരുടെ കൂടെ അങ്ങ് പോരൂ. നോക്കാം. മോളെ, അവനെവിടെ? ദാ ഇപ്പൊ വരുന്നോന്ന് പറഞ്ഞു. വാ. അതെ, തിന്നാമ്പുറത്തോട് ഇറങ്ങി റോഡ് സൈഡിൽ പോയി നിന്നോ. പോയിക്കോ. പോ. എടാ, വന്നിട്ടോ നീ കൂടെ നിന്നില്ല. യാത്ര പറയാനെങ്കിലും ഇവരൊന്ന് കൃത്യമായിട്ട് കണ്ടോട്ടെ നിന്നെ. വരട്ടെ മോനെ, നിങ്ങൾ രണ്ടാളെ അങ്ങോട്ട് വിടേണ്ട കാര്യം അച്ഛനോടും അമ്മയോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. തീരുമാനിച്ചിട്ട് നിങ്ങൾ വരൂ. ശരി അച്ഛൻ. ഓ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. ശരി. ഓ, ഇറങ്ങി കിട്ടി. നാശങ്ങള്. ഈ സ്നേഹം കാണിക്കലൊക്കെ വെറും അഭിനയമാണെന്നേ. എന്തിനാ ചെറിയമ്മേ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവര് പാവങ്ങളല്ലേ? അയ്യോ ചെറിയമ്മേ, കഴിവില്ലാത്തവരൊക്കെ ഒന്നും പറയുന്നതേ സൂര്യക്ക് ഇഷ്ടല്ല. ഒന്നിനും കഴിവില്ലാത്തവർക്കല്ലേ കഴിവില്ലാത്തവരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയൂ. ശരി. അല്ല, മോളെവിടെ? എന്താ അച്ഛാ? ഞാൻ രാധിക മോളുടെ കാര്യമാണ് ചോദിച്ചത്. ചേച്ചി വഴിയിൽ നിപ്പുണ്ട്. അതെന്താ? എനിക്ക് കിട്ടിയ ഭാഗ്യം കണ്ട് സഹിച്ചിട്ടുണ്ടാവില്ല. എന്തൊക്കെയായി പറയുന്നത്? അച്ഛാ, എന്നാ ശരി. 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 ശരി മോളെ. അല്ല മോളെ, ആ കുട്ടി ഓ, രാധികേച്ചിയുടെ കാര്യാണോ? ചേച്ചി വണ്ടിയിലുണ്ട്.
വണ്ടിയിലോ? ചേച്ചിയുടെ കാര്യം പറഞ്ഞ രസമാ. ബസ്സായാലും ഓട്ടോറിക്ഷ ആയാലും അച്ഛനും അമ്മയും കയറുന്നതിന് മുൻപ് ചേച്ചി തന്നിരുന്ന് സീറ്റ് തുടച്ചിടും. ആ, ആ എന്തൊരു സ്നേഹമുള്ള കുട്ടിയാ. ആ പത്മിനി, പരമേശ്വരനോട് പറഞ്ഞ് ഇവരെ അങ്ങോട്ട് വിടാനുള്ള ദിവസം ഇപ്പൊ തന്നെ എടുത്തേക്കാം. ആ. വാ. ആരപ്പ കാറിലും? മാഡം എപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറെ നേരമായി രാധിക്ക്. നിങ്ങളെ കാണാത്തതുകൊണ്ട് തിരിച്ചു പോകാൻ തുടങ്ങുകയായിരുന്നു. അയ്യോ, നമസ്കാരം. നമസ്കാരം. ഞങ്ങള് മോളെ വിവാഹം കഴിച്ച ആഴ്ച വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാ. ആ, അവിടെ ഒരു ചടങ്ങുണ്ടായിരുന്നേ. കൊറേ നേരം കാത്തു നിന്നു അല്ലേ? അത് സാരമില്ല. എന്തായാലും വൈകുന്നേരം തിരിച്ചു വരണമെന്ന് കരുതിയാ ഞാൻ പോകാൻ തുടങ്ങിയത്. അല്ല, അകത്തേക്ക് വരിക. വരൂ. പ്രിയ, ശരി മാഡം. ഇരിക്കും മാഡം. അങ്ങോട്ടിരിക്കുക. നമ്മുടെ നാട്ടില് വിവാഹത്തിന് ശേഷം വേണ്ടതും വേണ്ടാത്തതൊക്കെ കുറെ ചടങ്ങുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. നാട്ടുനടപ്പായതുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും പറ്റില്ല. എനിക്കറിയാം. പിന്നെ ഇത്തരം സന്തോഷമുള്ള ചടങ്ങുകളല്ലേ നമ്മുടെ ജീവിതത്തിന് കുറച്ചെങ്കിലും പൂർണ്ണത തരുന്നത്. അല്ലേ തിരുമേനി? ആ, അതും സത്യ. രാധിക ഇങ്ങ് വാ. ഞാനിതെല്ലാം രാധികയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാ. അയ്യോ, എന്തിനാ മാഡം ഇതൊക്കെ? ആദ്യം ഇത് വാങ്ങിക്കേ. താങ്ക് യു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.